1996 അല്ലല്ലോ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യത്തെ രൂപരേഖ വരുന്നത്. അത് 1991 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോൾ ശിവരാജ വിജയൻ എന്ന് പറയുന്ന തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖ ആദ്യമായി സർക്കാരിന് കൊടുക്കുന്നത്. അത് 96 പറഞ്ഞാൽ അത് ഒന്നാമത്തെ മമ്മൂഞ്ഞിന്റെ സ്വരമാണ് ആ കേട്ടത്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പിട്ടത് 1995 ഒക്ടോബർ മാസം 11 കുമാർ എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ 96 മുമ്പേ ആദ്യം ഒരു കരാർ വന്നിരുന്നു. അന്ന് ആ സർക്കാർ മാറിപ്പോയി. ആ കരാർ വന്നു കഴിഞ്ഞ് 1999 എന്ന് പറഞ്ഞാൽ 1996 നിങ്ങൾ എന്തോ നിങ്ങളുടെ സർക്കാർ വന്നപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ ചെയ്തത് 1999 ഒപ്പിട്ട കരാറിന്റെ കൂടെ കുമാർ എനർജി കോർപ്പറേഷനോട് BOT അടിസ്ഥാനത്തിൽ ഒരു താപവൈദ്യുത നിലയം കൂടി ഇതിന്റെ കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രാ എഗ്രിമെന്റ് അതിന്റെ കൂടെ ഉണ്ടാക്കി. അവർ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2001 AK ആന്റണിയുടെ സർക്കാർ വന്നു. ആ സർക്കാർ കുമാർ എനർജി കോർപ്പറേഷന് കത്തയച്ചു, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പദ്ധതി ആദ്യഘട്ടത്തിൽ നിർത്തലായത് 2001 ആ കത്തിലൂടെയാണ്. പിന്നീട് 2004 PPP മോഡലിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഏതാണ് PPP മോഡൽ? PPP മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇറങ്ങിയാൽ എന്റെ നെഞ്ചിലൂടെ ആയിരിക്കും ഈ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുന്നത്. കാരണം ഇത് PPP മോഡൽ വിമാനത്താവളമാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത DYFI ഉൾപ്പെടെ സമരം ചെയ്ത് അന്നും പറഞ്ഞത് അതേ PPP മോഡൽ. ആ PPP മോഡലിൽ 2004 ഈ പദ്ധതി നിർവഹിക്കാൻ AK ആന്റണി ഉമ്മൻചാണ്ടിയുള്ള സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ കൺസോർഷ്യം 2005 ഉണ്ടാക്കുന്നു. 2006 മുതൽ 2011 വരെ നിങ്ങൾ എന്തെല്ലാമൊക്കെയോ ചെയ്തു എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോ, കാരണം 2006 മുതൽ 2009 വരെ CPM-നുടെ പ്രാതിനിധ്യമുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രഷർ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അന്ന് അതൊന്നും ചെയ്യാതെ 2011 വരെ അത് നീണ്ടുപോയി. 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിന്റെ 2ാം ദിവസം ഡൽഹിയിൽ പോയി അദ്ദേഹം ഒരു യോഗം വിളിച്ചു. ആ തുറമുഖ വകുപ്പുമായി യോഗം വിളിച്ച് 31/5/2011 അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള തുറമുഖ വകുപ്പ് ഡയറക്ടർ പങ്കെടുത്തു. അങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ 2ാമത്തെ റീ ഓപ്പണിംഗ് ഉണ്ടാകുന്നത്. 21/6/2011 ടേംസ് ഓഫ് റെഫറൻസിന് അംഗീകാരം കൊടുത്തു. അത് UPA സർക്കാർ എന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണ്ടിയിരുന്നു. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഉമ്മൻചാണ്ടിയുടെ പ്രഷറിൽ, UDF-ന്റെ പ്രഷറിൽ കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് എടുത്തു. അങ്ങനെയാണ് 21/6/2011 ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായി ടേംസ് ഓഫ് റെഫറൻസിന് അംഗീകാരം കൊടുത്തത്. എനിക്കതിനെ യോജിപ്പില്ല, ഞാൻ അതിന് യോജിക്കുന്നു. പിന്നീട് പാരിസ്ഥിതിക അനുമതിയായിരുന്നു. പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടത് 6 മാസം വീതം 4 തവണയായി തീരത്തെ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കണം. അങ്ങനെ ഏതാണ്ട് 2.5 കൊല്ലം പഠിച്ച് പാരിസ്ഥിതിക അനുമതിക്കുള്ള എല്ലാ പേപ്പറുകളും കണക്കിലെടുത്ത് 2015 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ അധികാരം ഇരുന്നപ്പോൾ തന്നെ പാരിസ്ഥിതിക അനുമതി മേടിച്ചു. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2015 നവംബർ മാസം 1 ഇത്രയും അനുമതികൾ മേടിച്ചു. ഏത് CP രാമസ്വാമിയുടെ കാലഘട്ടം മുതൽ തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും സ്വപ്നമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാവിധത്തിലുള്ള പേപ്പറും അനുമതിയും മേടിച്ച് 2015 നവംബർ മാസം 1 അത് തറക്കല്ലിടുന്ന ദിവസം ഏതെങ്കിലും ഒരു CPM-കാരൻ പങ്കെടുത്തിരുന്നോ? ഏതെങ്കിലും ഒരു LDF-കാരൻ പങ്കെടുത്തിരുന്നോ? ഏതെങ്കിലും CPM-ന്റെ പ്രതിനിധി പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിരുന്നില്ല എന്നത് മാത്രമല്ല, 2014 നവംബർ മാസത്തിലെയും 2015 മാർച്ച് മാസത്തിലെയും നിങ്ങളുടെ നിയമസഭാ ചോദ്യങ്ങൾ, ആരുടെ നിയമസഭാ ചോദ്യം? കോടിയേരി ബാലകൃഷ്ണന്റെയും ജമീല പ്രകാശത്തിന്റെ ഉൾപ്പെടെയുള്ള നിയമസഭാ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കണം. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? 2015 ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ KV തോമസും അദാനിയുമായി KV തോമസിന്റെ വീട്ടിൽ വെച്ച് ഒരു ഗൂഢാലോചന നടത്തി. അവിടെ വെച്ച് അഴിമതിയുടെ പണം വീതം വെക്കാൻ തീരുമാനിച്ചു. ഈ അഴിമതിയുടെ ഇടനിലക്കാരനാണ് KV തോമസ്. ഇത് പറഞ്ഞതാരാ? CPM അല്ലേ പറഞ്ഞേ. ഇന്ന് അരുൺകുമാറിന് പറയാമോ KV തോമസ് അഴിമതിയുടെ ഇടനിലക്കാരനായിരുന്നു? KV തോമസ് ആണോ ഈ അഴിമതിയുടെ ബ്രോക്കർ ആയി അന്ന് അഭിനയിച്ചത്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത്? പിന്നെ നാണക്കെടുത്തി ശ്രീ അരുൺകുമാർ അത് വ്യക്തമാക്കിയാൽ മതി. ഇത് പറഞ്ഞുകൊണ്ടാണ് 5000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപ അഴിമതിയാണെന്ന് പറഞ്ഞ് 2015 നവംബർ മാസം 1 ഈ പദ്ധതിയുടെ തറക്കല്ലിടുന്ന ദിവസം CPM സമരം ചെയ്തത്. CPM ഈ പദ്ധതിയിൽ പങ്കെടുക്കാതെ, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. ഇതാണ് നാൾ വഴിയുടെ ചരിത്രം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇതിന് ശേഷം ഇനിയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിന് ശേഷം PPP മോഡലിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. എന്താണ് എഗ്രിമെന്റ്? വിഴിഞ്ഞം തുറമുഖം അദാനി പണിയണം, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സർക്കാർ പണിയണം.
ഇതാണല്ലോ എഗ്രിമെന്റ്. വിഴിഞ്ഞം തുറമുഖം അദാനി പണിതു, അതിന് ഇൻഫ്രാസ്ട്രക്ചർ സർക്കാർ പണിയണം. അവിടെയാണല്ലോ സർക്കാരിന്റെ റോൾ. സർക്കാർ ഏത് റോളാണ് നിർവഹിച്ചത്? ഇപ്പൊ വിഴിഞ്ഞത്തായിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി 2022 പൂർത്തീകരിക്കേണ്ടതാണ്. റെയിൽ കണക്ടിവിറ്റിയുടെ ഏതെങ്കിലും ഒരു പണി ആരംഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിര് കിടക്കുന്നു. വിഴിഞ്ഞത്തായിട്ടുള്ള റോഡ് കണക്ടിവിറ്റി 2021 പൂർത്തീകരിക്കേണ്ടതാണ്. കൈതക്കൽ വന്നു ചേരുന്ന വിഴിഞ്ഞവും NH തമ്മിലുള്ള റോഡ് കണക്ടിവിറ്റി, ആ പണി എവിടെ എത്തി നിൽക്കുന്നു? ഇനി അതും വേണ്ട. 2015 നമ്മൾ ഉറപ്പ് കൊടുത്ത ഒരു പുനരധിവാസ പദ്ധതി, 20,000 കുടുംബങ്ങൾക്ക് 470 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി. അതിനകത്താണ് സീ ഫുഡ് പാർക്ക്. അവിടെ നിന്ന് തീരശോഷണം ഉണ്ടായി ആ നാടിന് ഏൽക്കുന്ന, അതായത് ഡെവലപ്മെന്റൽ റെഫ്യൂജീസ് അങ്ങനെ ഉണ്ടാകുന്നവർക്ക് സീ ഫുഡ് പാർക്ക് നിർമ്മിച്ച് അതിനകത്ത് ജോലി എടുക്കും. 5 ഏക്കർ സ്ഥലം ഉമ്മൻചാണ്ടി ഏറ്റെടുത്തു. എവിടെയാണ് സീ ഫുഡ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്? ഇല്ലെങ്കിൽ അന്ന് തന്നെ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നു ഒരു ഫിഷിംഗ് ഹാർബർ. വിഴിഞ്ഞത്ത് തീരശോഷണമുണ്ടായി മത്സ്യത്തൊഴിലാളികൾക്ക്, വിഴിഞ്ഞം മുതൽ 5 തെങ്ങ് വരെയുള്ള പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കും. എവിടെയാണ് ഫിഷിംഗ് ഹാർബർ ഉണ്ടാക്കിയത്? പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യേണ്ട സർക്കാർ ഇതിനകത്ത് എന്ത് റോളാണ് വഹിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് സർ നിങ്ങൾ മമ്മൂഞ്ഞുമാരായി ഇന്ന് ഉദ്ഘാടനം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് UDF പറയാൻ കാരണം. ഒന്നാമത്തെ കാര്യം, ഇനി 2, ഉദ്ഘാടനത്തിന്റെ വിഷയം. എന്താണ് ഉദ്ഘാടനത്തിന്റെ വിഷയം? ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചു, ശ്രീ VD സതീശനെ ഇവിടെ ക്ഷണിക്കുന്നില്ലേ? മന്ത്രി പറഞ്ഞു ഇത് സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ആഘോഷമായിട്ടുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് 4ാം വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് VD സതീശനെ ക്ഷണിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ മന്ത്രി അന്ന് രാത്രി ഒരു കത്തെഴുതുകയാണ് VD സതീശനെ ക്ഷണിച്ചതുകൊണ്ട്. ഇനി അതുമാത്രമല്ല, സ്വാഭാവികമായും ഒരു ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുന്നവരുടെ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, അത് നിർബന്ധമാണ്. മുൻകാല ചരിത്രം എടുത്താൽ മതി. പിന്നെ ഇവിടെ ജലമെട്രോയുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു. സാർ, കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് പ്രതിപക്ഷത്തിനെയാ വിളിച്ചേ? കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ കൂട്ടാതെ ഉദ്ഘാടനം നടത്തി, ജനകീയ ഉദ്ഘാടനം നടത്തിയവരല്ലേ ഞങ്ങൾ. എന്നിട്ട് ജലമെട്രോയ്ക്ക് ഏതാണ്ട് പ്രതിപക്ഷത്തെ ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗീർവാണ മേടിക്കാൻ നിങ്ങൾക്കല്ലാതെ സാധിക്കുമോ? സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വന്നാൽ പറയും ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ചോരയും നീരുമൊഴുക്കി ഈ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കും. ആ പ്രസംഗം കഴിഞ്ഞ തവണത്തെ ആദ്യത്തെ ഫേസിലെ പ്രസംഗത്തിൽ ഉണ്ടായി. അത് കേൾക്കാൻ പിണറായി വിജയൻ വിധേയനായി. അതുകൊണ്ടാണ് ഈ ഉദ്ഘാടന വേളയിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനുമായ നരേന്ദ്രമോദി ഇവർ തമ്മിൽ ഈ ഉദ്ഘാടനത്തിന്റെ ക്രെഡിറ്റ് അങ്ങ് വീതം വെച്ചെടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അതുകൊണ്ടാണ് 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ മന്ത്രി ആ 4ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഏതെങ്കിലും ക്രെഡിറ്റ് അങ്ങ് വീതം വെച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ചാൽ സാർ, സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മൺമറഞ്ഞു പോയ കേരളത്തിന്റെ വികസന നായകനുള്ളതാണ് എന്നത് കാലത്തിനൊത്ത സത്യമാണ്. ആ സത്യം കേരളത്തിൽ എത്രമാത്രം തേച്ചുമായ്ക്കാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളിടത്താണ് ഒരവസരം പോലും ഇല്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കണ്ട എന്നുള്ള ഞങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകാം.